അജിത് കുമാർ എന്നാണ്. വെറ്റിലപ്പാറ അതിരപ്പള്ളിയിലാണ് വീട്. അപ്പോൾ ഞാനിപ്പോൾ ലൂർദ് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒരു സർജറി നടത്തി. എൻ്റെ മോളുടെ പേര് വൈഗ അജിത് കുമാർ എന്നാണ്. അപ്പോൾ വെറ്റിലപ്പാറ അതിരപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിലൊരു ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു റോട്ടറി ക്ലബിൻ്റെ ഭാഗത്തേക്ക് ഒരു ക്യാമ്പ് നടന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു. അപ്പോൾ ജോർജ് ഗുരുവിള സാറാണ് ENT സ്പെഷ്യലിസ്റ്റ്. ആ സാറാണ് അവിടെ കണ്ടപ്പോൾ, ക്യാമ്പിൽ കണ്ടപ്പോൾ നമ്മളോട് പറഞ്ഞു, കുട്ടിക്ക് ഇങ്ങനെ ഒരു ചെറിയ വിഷയമുണ്ട്, ചെവി അടഞ്ഞിരിക്കുന്നു, ആളുടെ ശ്വാസം പറഞ്ഞത് കറക്റ്റല്ലായിരുന്നു. അപ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിൽ രാത്രി കിടന്നിറങ്ങുമ്പോൾ വായ കൂടിയായിരുന്നു ശ്വാസം വിട്ടുണ്ടായിരുന്നത്. ആൾക്ക് ശ്വാസതടസ്സം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു, ശ്വാസം എടുക്കലും ഇതും. അത് കാരണം വായ തുറന്ന് കിടന്നുറങ്ങാൻ ഒരു പ്രകൃതമായിരുന്നു. അപ്പോൾ ഒരു മുഖത്തിനും ഒരു ചെറിയ ഷേപ്പ് വ്യത്യാസം ഇതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ നീളം വെച്ച് വരാമെന്ന് സാറ് പറഞ്ഞപ്പോൾ അങ്ങനെ ലൂർദിൽ ആളുടെ കെയർ ഓഫിൽ ഒരു ശസ്ത്രക്രിയ അഡിനോയിഡിൻ്റെ ചെയ്തു. ഇപ്പോൾ വളരെ നല്ല രീതിയിൽ മെച്ചമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ആൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്, ശ്വാസവും ഇതൊക്കെ കറക്റ്റായി തുടങ്ങി. പിന്നെ 1 വർഷത്തെ മരുന്നുകൾ പറഞ്ഞിട്ടുണ്ട്, അത് സ്പ്രേയും ഇതൊക്കെ സ്പ്രേ ചെയ്യണം. അതേപോലെ തന്നെ ആൾ ഉഷാറായി, വേറെ കുഴപ്പമൊന്നുമില്ല. ആൾ ഒരു റിസ്കി ഓപ്പറേഷനായിരുന്നു ചെയ്തിരുന്നത്. കാരണം ആൾക്ക് ഹാർട്ട് സംബന്ധമായിട്ടൊരു ഹാർട്ട് ബീറ്റിങ് കൂടുതലായിരുന്നു. അതൊരു വാൽവിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് മാറിയായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും അതൊരു ചെറിയ റിസ്ക് ആയിട്ട് ആൾ സാറ് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് സാറിൻ്റെ കെയർ ഓഫിൽ അത് ചെയ്തു തന്നതിന് സാറിനോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ജിൻസൺ ജേക്കബ്. ഇതെൻ്റെ അമ്മ പ്ലമീന ജേക്കബ്. ഞങ്ങൾ തേവര കോന്തിരുത്ത് ഞങ്ങളുടെ വീട്. അമ്മച്ചിക്ക് ചെവിയുടെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. മാറി മാറി പല ഹോസ്പിറ്റലുകളിലും കാണിച്ചെങ്കിലും സാമ്പത്തികമായ ബുദ്ധിമുട്ട് മൂലം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് ലൂർദ് ഹോസ്പിറ്റലിൽ വരുന്നത്. അങ്ങനെ റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ, മെട്രോപോളിസും ലൂർദ് ഹോസ്പിറ്റലും ചികിത്സ സഹായത്തിലൂടെ അമ്മച്ചിക്ക് സർജറി ചെയ്യാൻ പറ്റി. സർജറി കഴിഞ്ഞപ്പോൾ 3 ആഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു. അമ്മ സുഖമായിട്ടിരിക്കുന്നു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓപ്പറേഷൻ നല്ല രീതിയിൽ നടത്താൻ പറ്റി. ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം അതിരപ്പള്ളിയിൽ നടന്നൊരു ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ജോർജ് ഗുരുവിള സാർ വന്നിട്ടുണ്ടായിരുന്നു. ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് റോട്ടറി ക്ലബ്ബ് അതിൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ വൈഫിന് ചെവിക്ക് ചെറിയൊരു പ്രശ്നമായിട്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ആൾ വന്നു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ചെക്കപ്പിനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ മാസം 5-ാം തീയതി ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞു. ഏറ്റവും ലൂർദ് ഹോസ്പിറ്റലും പിന്നെ റോട്ടറി ക്ലബ്ബും കൂടിയുള്ള സംയുക്തമായ ഒരു പരിപാടിയായിരുന്നു. ഇവിടെ വന്നു, നല്ല സഹകരണമായിരുന്നു. ഡോക്ടറുടെ ഭാഗത്തുനിന്ന് വളരെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞ് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. ഞങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പൊ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ ഇന്ന് ചെക്കപ്പിന് വന്നു കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞ് ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പൊ നല്ല ആശ്വാസം ഉണ്ട് ആൾക്ക്. വൈഫിന്റെ പേര് ഷൈബി എന്നാണ്, എന്റെ പേര് ജോബി. നല്ല സഹകരണമായിരുന്നു ഡോക്ടറുടെ ഭാഗത്തുനിന്നും ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്നും എല്ലായിടത്തും നല്ല സഹകരണമായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, പ്രത്യേകിച്ചും ഡോക്ടർക്ക്. എൻ്റെ പേര് സാക്സൺ, എൻ്റെ വൈഫിൻ്റെ പേര് ജാസ്മിൻ. ഞങ്ങൾക്കൊരു മോളാണുള്ളത്. അവളുടെ പേര് മരിയൻ ഫെയ്ത്ത് സാക്സൺ. മോൾക്ക് 2.5 വയസ്സുള്ളപ്പോഴാണ് ബെറ ടെസ്റ്റിലൂടെ ഹിയറിംഗ് ലോസ് 80% എന്ന് കണ്ടുപിടിച്ചത്. മറ്റൊരു ഹോസ്പിറ്റലാണ് നമ്മൾ ആ ടെസ്റ്റ് നടത്തിയത്. സെക്കൻഡ് ഒപ്പീനിയൻ എന്ന നിലയിൽ ലൂർദ് ഹോസ്പിറ്റലിനെ സമീപിച്ചപ്പോൾ ജോർജ് ഗുരുവിള സാർ പറഞ്ഞു ബെറ ടെസ്റ്റ് ഒരു തവണയും കൂടി നടത്തണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ആകെ ഡള്ളായിപ്പോയി. സാറ് കാര്യങ്ങളൊക്കെ സമാധാനിപ്പിച്ചു. നമ്മൾ ഫണ്ടിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വന്നപ്പോൾ തോമസ് ഡൊമിനിക് സാറും തോമസ് മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസസും പിന്നെ ധ്വനി പ്രൊജക്റ്റ് ബൈ റോട്ടറി ക്ലബും ലൂർദ് ഹോസ്പിറ്റലും കൂടി കമ്പൈൻഡായിട്ട് നമുക്ക് ഈ സർജറിയിലേക്ക് എത്താൻ ഒരു സഹായമായി. കൂടാതെ ജോർജ് ഗുരുവിള സാറ് ഭയങ്കര ഹെൽപ്പാണ് നമുക്ക് ചെയ്തത്. കാരണം നമ്മൾ ഈ സർജറിനെ പറ്റി കേട്ടപ്പോൾ ആകെ ഡള്ളായിപ്പോയി. സർജറി ഭംഗിയായി നടത്തുവാൻ നമ്മളെ വേണ്ട കാര്യങ്ങൾ ഉപദേശങ്ങളൊക്കെ തരികയും സാറിൻ്റെ പേഴ്സണൽ നമ്പർ എപ്പോഴും അങ്ങനെ നമുക്ക് തരികയും എപ്പോൾ വേണമെങ്കിലും സാറിനെ വിളിച്ച് എല്ലാ ഡൗട്ട്സും നമുക്ക് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം തന്നിരുന്നു. അത് നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. കൂടാതെ ഇവിടുത്തെ നേഴ്സസും സ്റ്റാഫുകളും എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളെ ഒരു കുടുംബാംഗത്തെ പോലെ എല്ലാവരും കണ്ട് നമ്മളോടൊപ്പം നിന്ന്